എങ്ങനെയാണ് ഈ പ്രാവശ്യം കാറ്റ് എങ്ങോട്ടായിരിക്കും? കാറ്റ് വലദോഷത്തിനായിരിക്കുള്ളൂ, അല്ലാണ്ട് പോകാൻ വൃത്തിയില്ല. ഇവിടുത്തെ എങ്ങനെ ഉണ്ടാവും? ഇവിടെ പൊതുവെ ഒരു വലത് പക്ഷ ആൾക്കാരാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ സൊസൈറ്റി ഫുൾ സീറ്റ് ഞങ്ങൾക്കായിരുന്നു, പ്രാവശ്യം ഭൂരിപക്ഷ സീറ്റും ആകുമെന്ന് പറയുന്നു. ശബരിമല വിഷയമൊക്കെ ഈ തെരഞ്ഞെടുപ്പിലല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. ഇവിടെ പ്രാദേശികമായിട്ട് ഇവിടെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആൾക്കാർക്കായിരിക്കുള്ളൂ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതൊക്കെ. ശബരിമല വിഷയവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ആൾക്കാരെ മനസ്സിലുണ്ടെങ്കിൽ ഉണ്ടാവും. പിന്നെ ഈ ഒരു ദുർഭരണം അവസാനിപ്പിക്കുക എന്നുള്ളൊരു രീതിയുണ്ടല്ലോ, അപ്പോൾ അതിനോട് ആൾക്കാർ അങ്ങനെ കൂടെ നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അത് കോടതിയിലിരിക്കുന്ന വിഷയമല്ലോ, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ വിളിച്ചാൽ എനിക്ക് ഇന്നപ്പോൾ ഇരുപത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ദൈവഭാഗ്യമുണ്ട്, സത്യം തെളിയുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വോട്ട് ചെയ്യണം, എന്തായാലും പോയിട്ട് ഇന്ന് വോട്ട് ചെയ്യണം, ഞാൻ വോട്ട് ചെയ്യാൻ ക്യൂവിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വിളിച്ച് വെച്ചോളൂ. അർച്ചന കാണുമ്പോൾ മാറിയില്ലേ, എപ്പോഴാണ് വിളിച്ചത്? പിന്നെ നല്ല രീതിയല്ലേ, ഇത്രയും കാലം പുള്ളി അനുഭവിച്ചൊരു കാര്യങ്ങളറിയാമല്ലോ. ഞാനൊക്കെ ഒരുപാട് അതിൽ പരിഹസിക്കപ്പെട്ട ആളാണ്. പുള്ളിയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ അതിൻ്റെ അടിയിൽ കുറേ തെറികൾ വരിക, കമൻറ്റുകൾ വരിക, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർക്കൊന്നും പറയാനില്ല, എന്നിട്ടും ആൾക്കാർ ഇത് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. വിധി വന്നു, നല്ല വിധിയായിരുന്നു. ഇത്രയും കാലം അദ്ദേഹം അനുഭവിച്ചൊരു ഇതിനൊക്കെ ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ വിളിച്ചപ്പോൾ പോലും പുള്ളിക്കൊരു അങ്ങനത്തെ ഒരു സമാധാനം ഉണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടികളും ഇഷ്ടംപോലെ സിനിമകളും പുള്ളിയുടെ കൂടെ ചെയ്തിട്ടുള്ള ഒരാളാണ്. വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇപ്പോൾ ഒന്നാം പ്രതി കുറ്റക്കാരനെ കണ്ടെത്തി. അപ്പം ഇപ്പോഴും അതിൻ്റെ പിന്നിലൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, ഒരു ഗൂഢാലോചന എന്ന് പറയുന്ന സംഭവം. ഗൂഢാലോചന ഇതുവരെ ഒരു പോലീസുകാർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ലാത്തൊരു കാര്യമാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. വെറുതെ വന്നിട്ട് ഒരു ഫേക്ക് കേസ് ഉണ്ടാക്കുക, അതിൽ പെടുത്തുക. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്, അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ അതിജീവിതം എന്ന് പറയുന്ന കുട്ടിയായിട്ടൊക്കെ ഞങ്ങൾ ദിലീപേട്ടനോടൊക്കെ ഞങ്ങൾ ഒരു 50 ദിവസമൊക്കെ അമേരിക്കയിലൊക്കെ പരിപാടി നടത്തി വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല നമുക്കിതുവരെ. രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. വലിയൊരു വിജയ സാധ്യതയുണ്ട്. നിയമസഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഇല്ല, നിലവിൽ തീരുമാനമായിട്ടില്ല. ഓക്കെ, താങ്ക് യു.